ഇന്നത്തെ നമ്മുടെ ടോപ്പിക് റിലേറ്റീവ് പ്രൊനൗൺ. പ്രീവിയസ് ലെസണിൽ നമ്മൾ റിലേറ്റീവ് പ്രൊനൗൺ പഠിച്ചു. ഹൂ, ഹൂം ആൻഡ് ഹൂസ്. ഈ 3 റിലേറ്റീവ് പ്രൊനൗൺസ് ആണ് കഴിഞ്ഞ ലെസണിൽ നമ്മൾ പഠിച്ചത്. ഈ 3 റിലേറ്റീവ് പ്രൊനൗൺസും ഉപയോഗിക്കുന്നത് ഹ്യൂമൻ ബീയിങ്സിനെ പറ്റി, മനുഷ്യരെ പറ്റി പറയുമ്പോഴാണ്. എന്താണ് റിലേറ്റീവ് പ്രൊനൗൺ? 2 റിലേറ്റഡ് ആയ സെൻറ്റൻസസ്, മീനിങ്ങിൽ ഒട്ടും വ്യത്യാസം വരുത്താതെ 2 സെൻറ്റൻസുകളെയും കൂട്ടി യോജിപ്പിച്ച് ഒറ്റ സെൻറ്റൻസാക്കി പറയുന്നതിനാണ് റിലേറ്റീവ് പ്രൊനൗൺസ് ഉപയോഗിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന റിലേറ്റീവ് പ്രൊനൗൺസ് വിച്ച് ആൻഡ് ദാറ്റ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ചും കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. വിച്ച് ആൻഡ് ദാറ്റ് അതെങ്ങനെ ഉപയോഗിക്കും എന്ന ഒരു അറിവ്. വിച്ച് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാം, പക്ഷേ ദാറ്റ് ഉപയോഗിക്കുമ്പോൾ ചില റൂൾസ് നമ്മൾ അറിയേണ്ടതുണ്ട്. വിച്ച് നമുക്ക് ആനിമൽസിൻ്റെ കൂടെ ഉപയോഗിക്കാം, അതുപോലെ തന്നെ തിങ്സ്. പക്ഷേ ദാറ്റ് ആവുമ്പോൾ ഹ്യൂമൻ ബീയിങ്സിൻ്റെ കൂടെ ഉപയോഗിക്കാം, ആനിമൽസിൻ്റെ കൂടെ ഉപയോഗിക്കാം, അതുപോലെ തന്നെ നോൺ ലിവിങ് തിങ്സിൻ്റെ കൂടെയും ഉപയോഗിക്കാം. പക്ഷേ ദാറ്റ് ഉപയോഗിക്കേണ്ട സ്ഥലത്ത് ദാറ്റ് തന്നെ ഉപയോഗിക്കണം. അതിന് ഓർത്തിരിക്കേണ്ട ചില റൂൾസ് ഉണ്ട്. അത് മാത്രം മനസ്സിലാക്കിയാൽ ദാറ്റിൻ്റെ ഉപയോഗവും വളരെ ഈസിയാവും. അപ്പോൾ നമുക്ക് ആദ്യം ദാറ്റ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. അതിനു മുൻപ് റിലേറ്റീവ് പ്രൊനൗൺ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ 2 സെൻറ്റൻസസ്, റിലേറ്റഡ് ആയ 2 സെൻറ്റൻസസ് തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്നതിനാണ് റിലേറ്റീവ് പ്രൊനൗൺ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ. ഈ 2 റിലേറ്റഡ് ആയ സെൻറ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഫോർ എക്സാമ്പിൾ, ഞാൻ ഇന്നലെ ഒരു ബാഗ് വാങ്ങി. ആ ബാഗ് വില കൂടിയതാണ്. ഇപ്പോൾ 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഞാൻ ഇന്നലെ ഒരു ബാഗ് വാങ്ങി, ആ ബാഗ് വില കൂടിയതാണ് എന്ന്. ഈ 2 സെൻറ്റൻസസും വളരെ റിലേറ്റഡ് ആയ സെൻറ്റൻസാണ്. റിലേറ്റഡ് ആവുക എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞ സെൻറ്റൻസ് ഞാൻ ബാഗിനെ പറ്റിയാണ് പറഞ്ഞത്, രണ്ടാമത് പറഞ്ഞ സെൻറ്റൻസും ബാഗിനെ പറ്റി തന്നെയാണ്. ഞാൻ ഇന്നലെ ഒരു ബാഗ് വാങ്ങി. ഇനി പറയുന്ന സെൻറ്റൻസ് ആ ബാഗിനോട് റിലേറ്റഡ് ആയ ഒരു സെൻറ്റൻസ് അല്ലേ? അതാണ് 2 റിലേറ്റഡ് ആയ സെൻറ്റൻസസ് കൂട്ടി യോജിപ്പിക്കുമ്പോഴാണ് നമ്മൾ റിലേറ്റീവ് പ്രൊനൗൺസ് ഉപയോഗിക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ ദാറ്റ് എവിടെയൊക്കെ ഉപയോഗിക്കും എന്നാണ് നോക്കാൻ പോകുന്നത്. ഒരു കുഞ്ഞ് സെൻറ്റൻസ് ഞാൻ പറയാം. ബസ് സ്റ്റോപ്പിൽ നിന്നിരുന്ന കുട്ടി എൻ്റെ ഫ്രണ്ടാണ് എന്നാണ് ഒരു സെൻറ്റൻസ്. ഈ സെൻറ്റൻസ് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്? ബസ് സ്റ്റോപ്പിൽ നിന്നിരുന്ന കുട്ടി എൻ്റെ ഫ്രണ്ടാണ്. ദ ബോയ് ഹു വാസ് സ്റ്റാൻഡിങ് അറ്റ് ദ ബസ് സ്റ്റോപ്പ് ഈസ് മൈ ഫ്രണ്ട്. ഇവിടെ ബസ് സ്റ്റോപ്പിൽ നിന്നിരുന്ന കുട്ടി, ഇവിടെ ഹൂ വാസ് സ്റ്റാൻഡിങ്. ഹൂ എന്ന റിലേറ്റീവ് പ്രൊനൗണാണ് നമ്മൾ ആ സെൻറ്റൻസിൽ ഉപയോഗിച്ചത്. ഹൂ എന്നത് ഹ്യൂമൻ ബീയിങ്സിനെ പറ്റി പറയുമ്പോൾ അല്ലെങ്കിൽ പേഴ്സൺസിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ ഹൂ എന്ന് ഉപയോഗിച്ചു. അത് കറക്റ്റായ സെൻറ്റൻസാണ്. പക്ഷേ എല്ലാ സ്ഥലത്തും ഹ്യൂമൻ ബീയിങ്സിനെ പറ്റി പറയുമ്പോൾ ഹൂ ഉപയോഗിക്കാൻ പാടില്ല. അവിടെ ദാറ്റ് ഉപയോഗിക്കണം. അപ്പോൾ ദാറ്റ് ഉപയോഗിക്കാൻ ചില റൂൾസ് ഉണ്ട്. ആ റൂൾസ് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിൽ ആദ്യത്തെ പോയിൻ്റ്, ആദ്യത്തെ റൂൾ, ഹ്യൂമൻ ബീയിങ്സ് അതിൻ്റെ കൂടെ ഒരു ആനിമലോ അതല്ലെങ്കിൽ ഒരു നോൺ ലിവിങ് തിങ്ങോ വരുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കവിടെ ഹൂ ഉപയോഗിക്കാൻ പാടില്ല, ദാറ്റ് ഉപയോഗിക്കണം. അത് എങ്ങനെയാണ്? എക്സാമ്പിൾ നോക്കൂ. ദ ബോയ് ആൻഡ് ദ ഗോട്ട് എന്ന് പറയുമ്പോൾ ദ ബോയ് ഉണ്ട്, അതിൻ്റെ കൂടെ ഒരു ഗോട്ട് ഉണ്ട്. ദ ബോയ് ആൻഡ് ദ ടേബിൾ എന്ന് പറയുമ്പോൾ ദ ബോയ് അതിൻ്റെ കൂടെ ഒരു നോൺ ലിവിങ് തിങ് ഉണ്ട്. ദ ഗേൾ ആൻഡ് ഹെർ ബാഗ്, ഗേളും ആ ഗേളിൻ്റെ ബാഗും, 2 കാര്യങ്ങൾ നമ്മൾ പറയുന്നു. ഒരു ഹ്യൂമൻ ബീയിങ്, പിന്നെ ഉള്ളത് ഒരു നോൺ ലിവിങ് തിങ് ആണ് അവിടെ. ദ ബോയ് ആൻഡ് ഹിസ് ബൈസിക്കിൾ, ബോയ് അതുപോലെ അതിൻ്റെ കൂടെ ഒരു ബൈസിക്കിൾ കൂടിയുണ്ട്, നോൺ ലിവിങ് തിങ് ഉണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് ദാറ്റ് ആണ് ഉപയോഗിക്കേണ്ടത്. ഹൂ ഉപയോഗിക്കാൻ പാടില്ല. ഹ്യൂമൻ ബീയിങ്സിൻ്റെ കൂടെ ആനിമൽ അല്ലെങ്കിൽ ഒരു തിങ് കൂടി ഉണ്ടെങ്കിൽ. എക്സാമ്പിൾ, ദ ബോയ് ആൻഡ് ഹിസ് ഗോട്ട് ദാറ്റ് ഐ സോ യെസ്റ്റർഡേ ഹാവ് ബീൻ കിഡ്നാപ്ഡ്. ബോയ് ആൻഡ് ഹിസ് ഗോട്ട്, ബോയും അവൻ്റെ ഗോട്ടും, ആട്. എന്താ സംഭവിച്ചത്? ഐ സോ യെസ്റ്റർഡേ. ഈ 2 കാര്യങ്ങളും, ബോയ് ആൻഡ് ഹിസ് ഗോട്ട്, ഞാൻ ഇന്നലെ കണ്ടതാണ്. ഐ സോ യെസ്റ്റർഡേ. പക്ഷേ അവർക്ക് എന്ത് സംഭവിച്ചു? ഹാവ് ബീൻ കിഡ്നാപ്ഡ്, കിഡ്നാപ്പ് ചെയ്യപ്പെട്ടു.
അപ്പോൾ ദ ബോയ് ആൻഡ് ഹിസ് ഗോട്ട് കഴിഞ്ഞിട്ട് ഉപയോഗിച്ചേക്കുന്ന റിലേറ്റീവ് പ്രൊനൗൺ ദാറ്റ് ആണ്, ഹൂ അല്ല. കാരണം ബോയ് എന്നതിൻ്റെ കൂടെ ഗോട്ട് ഉള്ളതുകൊണ്ടാണ്. അവിടെ ഹൂ അല്ല ഉപയോഗിക്കേണ്ടത്, ദാറ്റ് തന്നെയാണ്. അതാണ് ആദ്യത്തെ റൂൾ. ഇനി വേറൊരു സെൻറ്റൻസ്. യെസ്റ്റർഡേ ഐ സോ എ ലേഡി ആൻഡ് ഹെർ ഡോഗ് ദാറ്റ് were സിറ്റിംഗ് അറ്റ് ദ പാർക്ക്. നോക്കൂ, ഇന്നലെ ഞാൻ ഒരു ലേഡിയെയും അവരുടെ ഡോഗിനെയും കണ്ടു. അത് എവിടെയാണ്? പാർക്കിലാണ് കണ്ടത്. അപ്പോൾ ഈ ദ ലേഡി ആൻഡ് ഹെർ ഡോഗിനെ പറ്റി നമ്മൾ പറയുമ്പോൾ ദാറ്റ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദ ലേഡി ആൻഡ് ഹെർ ഡോഗ് ഹൂ വേർ സിറ്റിംഗ് എന്നല്ല, ദാറ്റ് വേർ സിറ്റിംഗ് അറ്റ് ദ പാർക്ക് എന്നാണ്. അപ്പോൾ ലേഡിയുടെ കൂടെ ഡോഗ് ഒരു ആനിമൽ കൂടി ഉണ്ട്, അതുകൊണ്ട് അവിടെ ഉപയോഗിക്കേണ്ട റിലേറ്റീവ് പ്രൊനൗൺ ദാറ്റ് ആണ്. മനസ്സിലായില്ലേ? ഇനി ദാറ്റ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യം സൂപ്പർലേറ്റീവ് ഡിഗ്രി. എന്താണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി? ഇപ്പോൾ നമ്മൾ പറയില്ലേ, ഏറ്റവും ചെറുത്, ഏറ്റവും വലുത്, ഏറ്റവും മനോഹരമായത്, ഏറ്റവും ഫേമസ് ആയത്, ഏറ്റവും പൊക്കമുള്ളത്, ഏറ്റവും പൊക്കം കുറഞ്ഞത്, ഏറ്റവും സൗന്ദര്യമുള്ളത് എന്നൊക്കെ പറയില്ലേ. ഇതൊക്കെ ആണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത്. ഇപ്പോൾ സ്മോൾ എന്ന് പറഞ്ഞാൽ ചെറുത്, സ്മോളർ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ചെറുത്, ദ സ്മോളസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറുത്. അതുപോലെ ഗുഡ് നല്ലത്, ബെറ്റർ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി നല്ലത്, ദ ബെസ്റ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ലത്. അപ്പോൾ ഇങ്ങനെ ഏറ്റവും നല്ലത്, ഏറ്റവും മനോഹരമായത് എന്നൊക്കെ പറയുന്നതാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി. ഒരു സെൻറ്റൻസിൽ സൂപ്പർലേറ്റീവ് ഡിഗ്രി വരുന്നു, ആ സെൻറ്റൻസിൽ നമുക്ക് ഒരു റിലേറ്റീവ് പ്രൊനൗൺ ഉപയോഗിക്കേണ്ട ആവശ്യം ഉണ്ട്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് ദാറ്റ് തന്നെയാണ്. അവിടെ വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ആനിമൽസ് ആയാലും പേഴ്സൺസ് ആയാലും നോൺ ലിവിങ് തിങ്സ് ആയാലും ആ സെൻറ്റൻസിൽ ഉപയോഗിക്കേണ്ട റിലേറ്റീവ് പ്രൊനൗൺ ദാറ്റ് തന്നെയാണ്. അതാണ് ഓർത്തിരിക്കേണ്ട വേറൊരു കാര്യം. അപ്പോൾ സൂപ്പർലേറ്റീവ് ഡിഗ്രി. അതിന് ഒരു എക്സാമ്പിൾ, മിസ്റ്റർ അലക്സ് ഈസ് ദ മോസ്റ്റ് ഹാർഡ് വർക്കിംഗ് മാൻ ദാറ്റ് ഐ നോ. ദാറ്റ് ഐ നോ. എനിക്ക് അറിയാവുന്നതിൽ വെച്ച് ഏറ്റവും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആൾ ആരാണ്? മിസ്റ്റർ അലക്സ്. ദ മോസ്റ്റ് എന്ന് വന്നിരിക്കുന്നു. ദ മോസ്റ്റ് ഹാർഡ് വർക്കിംഗ് എന്ന് പറയുമ്പോൾ അതൊരു സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് ആ സെൻറ്റൻസിൽ ഉപയോഗിക്കേണ്ടത് ഹൂ അല്ല, ദാറ്റ് ആണ്. മിസ്റ്റർ അലക്സ് എന്ന് പറയുമ്പോൾ അതൊരു ഹ്യൂമൻ ബീയിങ് ആണ്, എന്നിട്ടും നമ്മൾ ഉപയോഗിച്ചത് ദാറ്റ് ആണ്. അതാണ് റൂൾ. വേറൊരു സെൻറ്റൻസ്, ഐ ആം ടോക്കിംഗ് എബൌട്ട് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ലേഡി ദാറ്റ് ലീവ്സ് നിയർ യുവർ ഹൗസ്. നിങ്ങളുടെ വീടിനടുത്ത് താമസിക്കുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേഡിയെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. അവിടെ നോക്കൂ, ഐ ആം ടോക്കിംഗ് എബൌട്ട് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ലേഡി. ലേഡിയെ പറ്റിയാണ് സംസാരിക്കുന്നത്, അതൊരു ഹ്യൂമൻ ബീയിങ് ആണ്. പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്നത് ദാറ്റ് ആണ്. ദാറ്റ് ലീവ്സ്, ഹൂ ലീവ്സ് അല്ല അവിടെ ഉപയോഗിക്കേണ്ടത്, ദാറ്റ് ലീവ്സ്. കാരണം ആ സെൻറ്റൻസിൽ ഒരു സൂപ്പർലേറ്റീവ് ഡിഗ്രി വന്നു. ദിസ് ഈസ് ദ ടോളസ്റ്റ് ബിൽഡിംഗ് ദാറ്റ് ഐ ഹാവ് എവർ സീൻ. ഇവിടെ നമ്മളൊരു ബിൽഡിങ്ങിനെ പറ്റിയാണ് പറയുന്നത്. പിന്നെ നമ്മളവിടെ ദാറ്റ് ഉപയോഗിച്ചിരിക്കുന്നതിന് കാരണം ദ ടോളസ്റ്റ് എന്ന സൂപ്പർലേറ്റീവ് ഡിഗ്രി അവിടെ ഉള്ളതുകൊണ്ടാണ്. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് ഇതാണ്. അതാണ് ആ സെൻറ്റൻസിൻ്റെ മീനിങ്. അവിടെ ദ ടോളസ്റ്റ് എന്ന സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉപയോഗിച്ചു, അതുകൊണ്ട് നമ്മൾ ദാറ്റ് ഉപയോഗിച്ചു. ഇനി അടുത്ത റൂൾ, നമ്മൾ ചില കൊച്ചു കൊച്ചു വാക്കുകൾ ഓർത്തിരിക്കണം. ആ വാക്കുകളൊക്കെ ഒരു സെൻറ്റൻസിലുണ്ട്. അതിൽ ഒരു വാക്ക് ഏതെങ്കിലും ഒന്ന് ഒരു സെൻറ്റൻസിലുണ്ട്. ആ സെൻറ്റൻസിൽ നമുക്കൊരു റിലേറ്റീവ് പ്രൊനൗൺ വേണമെങ്കിൽ ഒന്നും ആലോചിക്കാനില്ല, ദാറ്റ് എന്ന റിലേറ്റീവ് പ്രൊനൗണാണ് ഉപയോഗിക്കേണ്ടത്. ആ കൊച്ചു കൊച്ചു വാക്കുകൾ ഏതൊക്കെയാണ് എന്നല്ലേ? ദ സെയിം, ദി ഒൺലി, ദ ലിറ്റിൽ, ദ ഫ്യൂ, നൺ, നത്തിങ്, നോ, നോബഡി, എനിത്തിങ്, എനിവൺ, എവറിത്തിങ്, മച്ച്. ഇങ്ങനെയുള്ള വാക്കുകൾ ഇതിൽ ഏതെങ്കിലും ഒരു സെൻറ്റൻസിലുണ്ട് എന്ന് കരുതുക. അപ്പോൾ നമുക്ക് ആ സെൻറ്റൻസിൽ ഉപയോഗിക്കേണ്ട റിലേറ്റീവ് പ്രൊനൗൺ ദാറ്റ് തന്നെയാണ്. ഐ ഹാവ് ഗിവൺ ഹിം എവറിത്തിങ് ദാറ്റ് ഐ ഹാഡ്.
ഐ ഹാവ് ഗിവൺ ഹിം എവറിത്തിങ്. ഞാൻ അവന് എല്ലാം കൊടുത്തിട്ടുണ്ട്, എനിക്കുള്ളതെല്ലാം. എവറിത്തിങ് ദാറ്റ് ഐ ഹാഡ്. എനിക്ക് ഉണ്ടായിരുന്നതെല്ലാം ഞാൻ അവന് കൊടുത്തിട്ടുണ്ട്. എവറിത്തിങ് എന്ന ഒരു വാക്ക് വന്നു അവിടെ. അതുകൊണ്ട് ദാറ്റ് എന്ന റിലേറ്റീവ് പ്രോനൗൺ ഉപയോഗിച്ചു. മൈ ഫ്രണ്ട് ഹാസ് സ്പെൻഡ് ദ ലിറ്റിൽ മണി ദാറ്റ് ഐ ഹാഡ് ഗിവൺ ഹിം. എൻ്റെ ഫ്രണ്ട് ഞാൻ അവന് കൊടുത്ത പൈസ, കുറച്ച് മണി കൊടുത്തു. ആ കുറച്ച് പൈസ എന്ത് ചെയ്തു? ഹീ ഹാസ് സ്പെൻഡ് ദ ലിറ്റിൽ മണി. മൈ ഫ്രണ്ട് ഹാസ് സ്പെൻഡ് ദ ലിറ്റിൽ മണി ദാറ്റ് ഐ ഹാഡ് ഗിവൺ ഹിം. ഞാൻ എൻ്റെ ഫ്രണ്ടിന് കൊടുത്ത ആ കുറച്ച് പൈസ അവൻ സ്പെൻഡ് ചെയ്തു. ഇവിടെ ദ ലിറ്റിൽ എന്ന് ഉപയോഗിച്ചു. അതുകൊണ്ട് തന്നെ ആ സെൻറ്റൻസിൽ ഉപയോഗിച്ചിരിക്കുന്ന റിലേറ്റീവ് പ്രോനൗൺ എന്താ? ദാറ്റ്. ഇനി വേറൊരു സെൻറ്റൻസ്. രോഹൻ ഈസ് ദ ഓൺലി ബോയ് ദാറ്റ് ക്യാൻ ഹെൽപ്പ് യു. രോഹൻ ആണ് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്ന ഒരേ ഒരാൾ. രോഹൻ ഈസ് ദ ഓൺലി ബോയ് ദാറ്റ് ക്യാൻ ഹെൽപ്പ് യു. ഇവിടെ നോക്കൂ, ദാറ്റ് ക്യാൻ ഹെൽപ്പ് യു. രോഹനെ പറ്റിയാണ് പറയുന്നത്. പക്ഷേ ദ ഒള്ളി എന്ന് വന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് ആ സെൻറ്റൻസിൽ ഉപയോഗിക്കേണ്ട റിലേറ്റീവ് പ്രോനൗൺ ദാറ്റ് എന്നാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വിച്ച് എന്ന റിലേറ്റീവ് പ്രോനൗൺ ആണ്. വിച്ച് ഉപയോഗിക്കുന്നത് നമുക്ക് ആനിമൽസിൻ്റെ കൂടെ ഉപയോഗിക്കാം, അതുപോലെ തന്നെ നോൺ ലിവിങ് തിങ്സിൻ്റെ കൂടെയും ഉപയോഗിക്കാം. ഇപ്പോൾ ദ കാർ, ദ മൊബൈൽ, ദ കമ്പ്യൂട്ടർ, ദ ഹൗസ്, ഇതൊക്കെ നോൺ ലിവിങ് തിങ്സ് ആണ്. അതുപോലെ നമുക്ക് ആനിമൽസിൻ്റെ കൂടെ ഡോഗ്, ഗോട്ട്, ക്യാറ്റ്, ഇതിൻ്റെയൊക്കെ ഒപ്പം നമുക്ക് വിച്ച് എന്ന റിലേറ്റീവ് പ്രോനൗൺ ഉപയോഗിക്കാം. ദ ഡോഗ് വിച്ച് ബാർക്സ് അറ്റ് യു ഈസ് മൈൻ. ദ ഡോഗിനെ പറ്റിയാണ് പറയുന്നത്, ആനിമലിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ വിച്ച് ആണ് ഉപയോഗിച്ചത്. നിങ്ങളുടെ നേരെ കുരയ്ക്കുന്ന ആ ഡോഗ് എൻ്റേതാണ്. നോക്കൂ, ദ ഡോഗ്, വിച്ച് ഉപയോഗിച്ചു. ദിസ് ഈസ് ദ കമ്പ്യൂട്ടർ ദാറ്റ് ഐ ബോട്ട് യെസ്റ്റർഡേ. ഇതാണ് ആ കമ്പ്യൂട്ടർ, ഞാൻ ഇന്നലെ വാങ്ങിയ കമ്പ്യൂട്ടർ ഇതാണ്. കമ്പ്യൂട്ടറിനെ പറ്റിയാണ്, ഒരു നോൺ ലിവിങ് തിങ് ആണ്. ദിസ് ഈസ് ദ കമ്പ്യൂട്ടർ വിച്ച് ഐ ബോട്ട് യെസ്റ്റർഡേ. ഇവിടെ വിച്ച് ഉപയോഗിച്ചു. ദ കമ്പ്യൂട്ടർ നോൺ ലിവിങ് തിങ്ങിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ദിസ് ഈസ് ദ കമ്പ്യൂട്ടർ വിച്ച് ഐ ബോട്ട് യെസ്റ്റർഡേ. ദ ബുക്ക് വിച്ച് യു ഹാവ് ബോട്ട് ഈസ് എക്സ്പെൻസീവ്. നിങ്ങൾ വാങ്ങിയിട്ടുള്ള ആ ബുക്ക് എക്സ്പെൻസീവ് ആണ്, വില കൂടിയതാണ്. ദ ബുക്ക് വിച്ച് എന്ന റിലേറ്റീവ് പ്രോനൗൺ ഉപയോഗിച്ചു. ദിസ് ഈസ് ദ പെൻ വിച്ച് ഐ ബോട്ട് ഫ്രം യുവർ ഷോപ്പ്. ദിസ് ഈസ് ദ പെൻ, ഇതാണ് നിങ്ങളുടെ ഷോപ്പിൽ നിന്ന് ഞാൻ വാങ്ങിയ പെൻ. വിച്ച് ഐ ബോട്ട് ഫ്രം യുവർ ഷോപ്പ്. വിച്ച് എന്ന റിലേറ്റീവ് പ്രോനൗൺ ഉപയോഗിച്ചു. ഇപ്പോൾ ദാറ്റ് എവിടെയാണ് ഉപയോഗിക്കേണ്ടത്, വിച്ച് എവിടെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി നോക്കാം. ശ്രദ്ധിക്കൂ. ഹ്യൂമൻ ബീയിങ്സ്, അനിമൽസ്, തിങ്സ്, ഇവയുടെയൊക്കെ ഒപ്പം ദാറ്റ് ഉപയോഗിക്കാം. അനിമൽസ്, തിങ്സ്, ഇവയുടെ ഒപ്പം വിച്ച് ഉപയോഗിക്കാം. പക്ഷേ ഇവ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില പോയിൻറ്റ്സ് ഉണ്ട്, ചില റൂൾസ് ഉണ്ട്. റൂൾ നമ്പർ 1, ഹ്യൂമൻ ബീയിങ്സ് പ്ലസ് അനിമൽസ് ഓർ തിങ്സ്. ഹ്യൂമൻ ബീയിങ്സിൻ്റെ കൂടെ അനിമൽസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നോൺ ലിവിങ് തിങ് വരികയാണെങ്കിൽ അത്തരം സെൻറ്റൻസസിൽ റിലേറ്റീവ് പ്രോനൗൺ ഉപയോഗിക്കേണ്ടത് ദാറ്റ് തന്നെയാണ്. എക്സാമ്പിൾ, ദ ഗേൾ ആൻഡ് ഹെർ ഡോഗ്, ദ ലേഡി ആൻഡ് ദ ടേബിൾ. റൂൾ നമ്പർ 2, സൂപ്പർലേറ്റീവ് ഡിഗ്രി. ദിസ് ഈസ് ദ ബെസ്റ്റ് മെഡിസിൻ ദാറ്റ് ഈസ് അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്. നോക്കൂ, ആ സെൻറ്റൻസിൽ ഒരു സൂപ്പർലേറ്റീവ് ഡിഗ്രി വന്നു, ദ ബെസ്റ്റ് എന്ന്. അപ്പോൾ സൂപ്പർലേറ്റീവ് ഡിഗ്രി ഒരു സെൻറ്റൻസിൽ വരികയാണെങ്കിൽ ആ സെൻറ്റൻസിൽ ഉപയോഗിക്കേണ്ട റിലേറ്റീവ് പ്രോനൗൺ ദാറ്റ് ആണ്. ദിസ് ഈസ് ദ ഷോർട്ടസ്റ്റ് മാൻ ദാറ്റ് ഐ ഹാവ് എവർ സീൻ. ഇതാണ് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പൊക്കം കുറഞ്ഞ മനുഷ്യൻ. ദ ഷോർട്ടസ്റ്റ് എന്ന ഒരു സൂപ്പർലേറ്റീവ് ഡിഗ്രി അവിടെ വന്നു. റൂൾ നമ്പർ 3, ദ സെയിം, ദ ഓൺലി, ദ ലിറ്റിൽ, ദ ഫ്യൂ
all, none, nobody, no, nothing, anything, anyone, everything, much. ഇങ്ങനെയൊക്കെയുള്ള വേർഡ്സിൽ ഏതെങ്കിലും ഒന്ന് ഒരു സെൻറ്റൻസിൽ വരികയാണെങ്കിൽ ആ സെൻറ്റൻസിൽ നമ്മൾ ഉപയോഗിക്കേണ്ട റിലേറ്റീവ് പ്രോനൗൺ ദാറ്റ് ആണ്. ഇത്തരം വേർഡ്സ് കുറച്ചധികം ഉണ്ട്. മെയിൻ ആയി വരുന്നതാണ് പറയുന്നത്. ദിസ് ഈസ് ദ ഒൺലി ബോയ് ദാറ്റ് ക്യാൻ പ്ലേ വെൽ. ഇതാണ് നന്നായി കളിക്കാൻ സാധിക്കുന്ന ഒരു കുട്ടി. നോക്കൂ, ദ ഒൺലി എന്ന് അവിടെ വന്നു. അതുകൊണ്ട് ദാറ്റ് എന്നാണ് ഉപയോഗിക്കേണ്ടത്. വിച്ച് എന്ന റിലേറ്റീവ് പ്രോനൗൺ ഉപയോഗിക്കുന്നത് ആനിമൽസിനും അതുപോലെ നോൺ ലിവിങ് തിങ്സിനും ആണ്. ദിസ് ഈസ് ദ സാരി വിച്ച് ഐ ബോട്ട് യെസ്റ്റർഡേ. ഇതാണ് ഇന്നലെ ഞാൻ വാങ്ങിയ സാരി. വിച്ച് ഉപയോഗിച്ചിരിക്കുന്നു. ദിസ് ഈസ് ദ കാറ്റ് വിച്ച് ഐ സോ 2 days ago. ഇതാണ് 2 ദിവസം മുൻപ് ഞാൻ കണ്ട കാറ്റ്. താങ്ക് യു.